2026 സൂചനയാണോ എന്ന ചോദ്യത്തിന് ഇത് 2026 വലിയ സൂചനയല്ല എന്നതാണ് എന്റെ ടേക്ക്. അതിന് കാരണമുണ്ട്. അതിലൊന്ന്, നിലവിലുള്ള നമ്മുടെ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം LDF-ന് 10,000-ലേറെ വോട്ടുകൾ സമ്മാനിച്ച് എത്ര മണ്ഡലങ്ങളുണ്ടെന്നറിയാമോ? 69 മണ്ഡലങ്ങളിൽ 10,000-ലേറെയാണ് ഭൂരിപക്ഷം LDF-ന് 2021 തെരഞ്ഞെടുപ്പിൽ. അതിൽ തന്നെ 42 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം 20,000-നും മുകളിലാണ്. 20,000-ന് മുകളിലുള്ള 42 മണ്ഡലങ്ങൾ LDF-ന്റെ കയ്യിലുണ്ട്. 10,000-ന് മുകളിൽ ഭൂരിപക്ഷമുള്ള 69 മണ്ഡലങ്ങൾ LDF-ന്റെ കയ്യിലുണ്ട്. ഇനി 5,000-ന് മുകളിലുള്ള 14 കോൺസ്റ്റിറ്റ്യുവൻസികൾ LDF-ന്റെ കയ്യിലുണ്ട്. നിലമ്പൂർ ഏതിലാണ് പെടുന്നത്? ഈ 3 കാറ്റഗറിയിലും നിലമ്പൂർ ഉൾപ്പെടുന്നില്ല. 20,000-ന് മുകളിലല്ല ഭൂരിപക്ഷം, 10,000-ന് മുകളിലല്ല, എന്തിനേറെ 5,000-ന് മുകളിലല്ല. കേവലം 2,700 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമുള്ള നിലമ്പൂർ മണ്ഡലം വരുന്നത് അവസാനത്തെ കാറ്റഗറിയിലുള്ള 16 മണ്ഡലങ്ങളിലാണ്. ആ 16 മണ്ഡലങ്ങളിലാവട്ടെ 3 ഇപ്പോൾ മന്ത്രിമാരുണ്ട്. നിയമമടക്കമുള്ള സ്ഥലങ്ങളിൽ മന്ത്രിമാരുണ്ട്. ആ 16 മണ്ഡലങ്ങളാണ് നിലവിൽ ഏതെങ്കിലും തരത്തിൽ UDF-ന് വലിയ പ്രതീക്ഷകൾ വയ്ക്കാവുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ നിലമ്പൂർ എന്ന് പറയുന്നത് UDF-ന്റെ വിജയസാധ്യതയുള്ള കഴിഞ്ഞ തവണ LDF-ന് 5,000-ൽ താഴെ ഭൂരിപക്ഷം കൊടുത്ത മണ്ഡലങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് ആ രീതിയിൽ 98 സീറ്റുകളോളം ഭൂരിപക്ഷമുള്ള ഒരു മുന്നണിയെ സംബന്ധിച്ച് 2,700 മാത്രം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിലെ തിരിച്ചടി എന്ന് പറയുന്നത് ഒരു വലിയ സൂചനയല്ല എന്നുള്ളതാണ്